ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണത്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായും ആദ്യത്തെ വീഡിയോസ് കാണണം. അപ്പോൾ മാഷ് ആ വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിർബന്ധമായിട്ടും ആ വീഡിയോസ് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ഡീൽ ചെയ്തത് അല്ലേ? ഏതായിരുന്നു? ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ നമ്മൾ പബ്ലിക് എക്സാമിന് ചോദിച്ചിരുന്ന കുറേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ വിശദീകരിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-2 വീഡിയോസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. കൂടുതൽ ടൈം എടുക്കുന്നില്ല, കുറച്ച് ടൈം വരുന്ന രീതിയിൽ 2-3 വീഡിയോസ് ആയിട്ടാണ് നിങ്ങൾക്കത് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും പേനയും പേപ്പറും എല്ലായിടത്തും റെഡി ആവുക. അപ്പോൾ നോക്കൂ, നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം വരുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇതിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളാണുള്ളത്. അപ്പോൾ ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളും അതിൻ്റെ യൂണിറ്റുകളും പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അതല്ലാതെ വരുന്ന ഏതൊരു ക്വാണ്ടിറ്റിയും എന്തായിരിക്കും? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിറൈവ്ഡ് യൂണിറ്റ്സും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുക, കുറേ ക്വാണ്ടിറ്റികൾ തരും, എന്നിട്ട് അതിൽ നിന്ന് കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിക്കുക. അപ്പോൾ തരുന്നത് ചിലപ്പോൾ എല്ലാം ഡിറൈവ്ഡ് ആയിരിക്കും, അതിലൊരെണ്ണമായിരിക്കും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വരുന്നത്. അല്ലെങ്കിൽ എല്ലാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിരിക്കും, അതിലൊരെണ്ണം ഡിറൈവ്ഡ് ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് അതിൻ്റെ യൂണിറ്റുകളും. ആ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ അതല്ലാത്ത മറ്റെല്ലാ യൂണിറ്റുകളും ഡിറൈവ്ഡ് യൂണിറ്റാണ്. അപ്പോൾ അതിലും ഇതേപോലെ ഓഡ് വൺ ഔട്ട്, കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യം ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയായിരുന്നു നമ്മുടെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ അല്ലേ? നമ്മുടെ SI സിസ്റ്റം ഓഫ് യൂണിറ്റിൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളും അതിൽ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റികളും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഒന്ന് മെമ്മറൈസ് ചെയ്തെടുക്കൂ. ഏതൊക്കെയായിരുന്നു? ഓക്കെ, ഒന്ന് പറയൂ. മാസ് അല്ലേ, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറൻറ്റ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? മാസിൻ്റെ SI യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം അല്ലേ? ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ, ടൈമിൻ്റേത് സെക്കൻഡ്, ടെമ്പറേച്ചർ കെൽവിൻ, ഇലക്ട്രിക് കറൻറ്റ് ആംപിയർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. ഓക്കെ, ഇനി ഇതിൽ വരുന്ന 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റികളും അതിൻ്റെ യൂണിറ്റും കൂടിയുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്ന് പ്ലെയിൻ ആംഗിൾ അല്ലേ? ആംഗിൾ നമ്മൾ നോർമലി പറയുന്ന ആംഗിൾ തന്നെയാണ് ഒന്നാമത്തെ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി. അതിൻ്റെ യൂണിറ്റ് നമ്മൾ ഏതാ പറയുക? റേഡിയൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി ഏതാണ്? സോളിഡ് ആംഗിൾ. അതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് സ്റ്റെറേഡിയൻ എന്നാണ്. ഇപ്പോൾ മാഷ് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ഓൾറെഡി ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ മാർച്ച് 2020 വരെ, അതായത് മാർച്ച് 2009 മുതൽ 2020 വരെയുള്ള പബ്ലിക് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു കുറേ ചോദ്യങ്ങൾ അങ്ങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ചാപ്റ്ററുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ടച്ച് വരും. അപ്പോൾ ഈ ചോദ്യങ്ങൾ പഠിക്കുക, അതിൻ്റെ ഉത്തരവും പഠിക്കുക, ചോദ്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കൂ, ഫൈൻഡ് ദ ഓഡ് വൺ. ഫൈൻഡ് ദ ഓഡ് വൺ എന്ന് പറഞ്ഞാൽ ഒറ്റയാനെ കണ്ടുപിടിക്കുക അല്ലേ? ഇപ്പോൾ ക്ലിയർ ആയില്ലേ? കഴിഞ്ഞ നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്, കഴിഞ്ഞ ചാപ്റ്ററിൽ ഇതേപോലെ ചോദ്യങ്ങൾ വന്നിരുന്നു.
അപ്പോൾ എപ്പോഴും ഇനി ഓഡ് വൺ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്നയാളെ കണ്ടുപിടിക്കുക, കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടുപിടിക്കുക. അതിൽ എ മാസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ചാർജ്, ടെമ്പറേച്ചർ. ബി കിലോഗ്രാം, സെക്കൻഡ്, ആംപിയർ, കാൻഡല, ന്യൂട്ടൺ. അപ്പോൾ അതിൽ എ എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഏതായിരിക്കും? അതിലേതാ കൂട്ടത്തിൽപ്പെടാത്തത്? മാസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ചാർജ്, ടെമ്പറേച്ചർ. എന്തോ ഒരു ക്രൈറ്റീരിയ വെച്ചാണ് അത് എഴുതിയിട്ടുള്ളത് അല്ലേ? ഒന്ന് നോക്കിയേ. അതായത് മാസും ലൂമിനസ് ഇൻറ്റൻസിറ്റിയും ടെമ്പറേച്ചറും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് അല്ലേ? അതിൽ പെടാത്തൊരു ക്വാണ്ടിറ്റി ഏതാണ്? ചാർജ്. ചാർജ് ആക്ച്വലി ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഇനി രണ്ടാമത്തെ സെക്ഷൻ നോക്കൂ. രണ്ടാമത്തത് ബി പാർട്ട്. കിലോഗ്രാം, സെക്കൻഡ്, ആംപിയർ, കാൻഡല, ന്യൂട്ടൺ. അതെന്ത് ക്രൈറ്റീരിയയാണ്? കുറേ യൂണിറ്റുകളാണ് തന്നിട്ടുള്ളത് അല്ലേ? അതിൽ ന്യൂട്ടൺ ഒഴികെ ബാക്കിയെല്ലാം ഫണ്ടമെൻ്റൽ യൂണിറ്റുകളാണ്. ന്യൂട്ടൺ ഏതാണ്? ഡിറൈവ്ഡ് യൂണിറ്റ് അല്ലേ? ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റാണ് ന്യൂട്ടൺ? ഏതാണ്? ഫോഴ്സ്. ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. അപ്പോൾ ബാക്കി 4 എണ്ണവും ഏതാണ്? ഫണ്ടമെൻ്റൽ യൂണിറ്റുകളാണ്. ക്ലിയർ ആയോ? അപ്പം നമ്മുടെ ആൻസർ ആദ്യത്തെ വരിക ചാർജ് അല്ലേ? രണ്ടാമത്തത് ന്യൂട്ടൺ. ക്ലിയർ ആയില്ലേ? ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ് നമുക്ക് വളരെ ചെറിയ ലെങ്ത്ത് മെഷർ ചെയ്യാനും അതുപോലെ വളരെ വലിയ ലെങ്ത്ത് മെഷർ ചെയ്യാനും, എന്ന് വെച്ചാൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലേ, മെഷർ ചെയ്യാനും കുറേ യൂണിറ്റുകളുണ്ട്. നമ്മൾ എല്ലാ യൂണിറ്റുകളും എല്ലാ ലെങ്ത്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കാറില്ല. ചെറിയ യൂണിറ്റുകൾ ചെറിയ ലെങ്ത്ത് മെഷർ ചെയ്യാനും വളരെ വലിയ യൂണിറ്റുകളുണ്ട് അത് വലിയ ലെങ്ത്ത് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുന്നതാണ് അടുത്തൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. എ 1 ഫെർമി. ഫെർമി എന്നുള്ളതിന് ഫെംറ്റോമീറ്റർ എന്ന് പറയാറുണ്ട്. FM എന്നുള്ള രീതിയിലാണ് എഴുതി വയ്ക്കാറ്. അപ്പോൾ 1 ഫെർമി അല്ലെങ്കിൽ ഫെംറ്റോമീറ്റർ ഈക്വൽ ടു എത്ര മീറ്റർ എന്നാണ് ചോദിക്കുന്നത്. അവിടെ എത്ര മീറ്റർ എന്നാണ് കേട്ടോ. ബി 1 ആങ്സ്ട്രം ഈക്വൽ ടു ഡാഷ് മീറ്റർ. നമ്മൾ ആങ്സ്ട്രത്തിനെ സൂചിപ്പിക്കാൻ എഴുതുന്നതാണ്. എ എന്ന് എഴുതിയിട്ട് മുകളിൽ ഒരു ഡിഗ്രി എന്ന് പറയുന്ന പോലെ എഴുതി വയ്ക്കും. അപ്പോൾ ഈക്വൽ ടു ഡാഷ് മീറ്റർ. ദെൻ തേർഡ് വൺ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU ഈക്വൽ ടു ഡാഷ് മീറ്റർ. 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ. 1 പാർ സെക്കൻഡ് ഓർ പാരലാക്റ്റിക് സെക്കൻഡ് ഓർ പാർ സെക്കൻഡ് അങ്ങനെയും പറയും. ഈക്വൽ ടു ഡാഷ് മീറ്റർ. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാൻ പറയുകയെന്ന് വെച്ചാൽ അതൊന്ന് നമുക്ക് എത്ര മീറ്റർ ആണെന്ന് എഴുതിയാൽ മതി, ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 യൂണിറ്റുകൾ അതായത് ഫെർമിയും ആങ്സ്ട്രവും നമ്മൾ വളരെ ചെറിയ ദൂരങ്ങൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഫെർമി എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നമ്മുടെ ന്യൂക്ലിയസിൻ്റെ വലുപ്പം കാണിക്കുന്ന യൂണിറ്റാണ്. അത്രയും ചെറിയ യൂണിറ്റാണ്. അപ്പോൾ ഫെർമി ഈക്വൽ ടു 10 പവർ മൈനസ് 15 മീറ്റർ എന്നാണ് വരിക. അത്രയും ചെറിയ ദൂരമാണ് 10 പവർ മൈനസ് 15 മീറ്റർ. അതുപോലെ ആങ്സ്ട്രവും നമ്മൾ ചെറിയ ദൂരത്തിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് നമ്മുടെ ആറ്റത്തിൻ്റെ ഒക്കെ വലുപ്പം 1 ആങ്സ്ട്രം ഈക്വൽ ടു 10 പവർ മൈനസ് 10 മീറ്റർ. അപ്പോൾ ഈ 2 യൂണിറ്റുകളാണ് നമ്മൾ വളരെ ചെറിയ ആറ്റോമിക് ലെവലിലൊക്കെ വരുന്ന ചെറിയ ഡിസ്റ്റൻസുകളെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറിയ ഡിസ്റ്റൻസിനെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇതേപോലെ മൈക്രോമീറ്റർ, നാനോമീറ്റർ ഒക്കെ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പഠിച്ചു വരുന്നു. ഇനി ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ലൈറ്റ് ഇയർ പാർ സെക്കൻഡ്. ഈ 3 യൂണിറ്റുകളും വളരെ വലിയ ദൂരത്തിനെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഈ 3 യൂണിറ്റുകളുടെയും കൺവേർഷൻസ് എത്ര മീറ്റർ എന്നുള്ളത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, പലപ്പോഴും പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. മാഷ് അവിടെ ഉത്തരം അല്ലേ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിക്കൂ. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈക്വൽ ടു 1.496 ഇൻറ്റു 10 പവർ 11 മീറ്റർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാൻ 1.5 ഇൻറ്റു 10 പവർ 11 എന്ന് എഴുതാം കേട്ടോ.
496 എന്നുള്ളത് 1.5 ഇൻറ്റു 10⁻9 മീറ്റർ എന്ന് എഴുതാം. 1 ലൈറ്റ് ഇയർ ഈക്വൽ ടു 9.46 ഇൻറ്റു 10⁻15 മീറ്റർ ആണ്. ആക്ച്വലി ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. ഓക്കെ, ഇനി 1 പാർ സെക്കൻഡ്, അതിനെ പാരലാക്റ്റിക് സെക്കൻഡ് എന്ന് പറയും, പാർസെക് എന്നുള്ള രീതിയിലും പറയാറുണ്ട്, ഈക്വൽ ടു 3.08 ഇൻറ്റു 10⁻16 മീറ്റർ. ക്ലിയർ ആയോ? അപ്പം ഇത് മൂന്നും കാണാതെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, എന്തായാലും അത് കാണാതെ പഠിച്ചു വയ്ക്കുക എന്നല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല, കാണാതെ പഠിച്ചു വയ്ക്കുക. അപ്പം ഇതിൽ ഈ 3 വളരെ വലിയ യൂണിറ്റുകളിൽ ആ 3 അതിൽ ഏതാണ് ഏറ്റവും വലിയ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ ആൻസർ? ഈ 3 യൂണിറ്റുകളിൽ വലിയ യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ എന്തായിരിക്കും യുവർ ആൻസർ? 10⁻16 പവർ വരുന്ന യൂണിറ്റ് അല്ലേ? ഏതാണത്? പാർ സെക്കൻഡ്. അപ്പോൾ വളരെ വലിയ ദൂരം അളക്കാനുള്ള യൂണിറ്റുകളിൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർ സെക്കൻഡ് എന്നാണ് ഉത്തരം പറയേണ്ടത്. അപ്പം നമ്മുടെ മൂന്നാമത്തെ ചോദ്യം അത് തന്നെയാണ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ലെങ്ത്. അതേ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് യൂസ്ഡ് ഇൻ ആസ്ട്രോണമി. ഏതാണ്? നേരത്തെ പറഞ്ഞില്ലേ, ഏതാണ്? പാർ സെക്കൻഡ് അല്ലേ? അല്ലെങ്കിൽ പാരലാക്റ്റിക് സെക്കൻഡ്, പാർസെക്, ഈ രീതിയിലാണ് നമ്മൾ പറയുക. അതാണ് വളരെ വലിയ യൂണിറ്റ്, ഏറ്റവും വലിയ യൂണിറ്റ്. ഇനി നമ്മൾ വളരെ വലിയ ദൂരങ്ങൾ മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിനെ പറ്റി പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അതായത് ഒരു ഡിസ്റ്റൻറ്റ് പ്ലാനറ്റിലേക്കുള്ള ദൂരം, ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള അകലം, ചന്ദ്രനിലേക്കുള്ള അകലം, ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക? അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ഡയമീറ്റർ, ക്ലിയർ, മൂണിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഏത്? അപ്പോൾ ഈ മെത്തേഡെല്ലാം ഒറ്റ പേരിലാണ് അറിയുന്നത്, പാരലാക്സ് മെത്തേഡ് എന്നാണ് പറയുക. അപ്പോൾ ആ മെത്തേഡിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് പാരലാക്സ് എന്ന് ചോദിക്കാറുണ്ട്. അതായത് വാട്ട് ഈസ് മീൻ ബൈ പാരലാക്സ്, വാട്ട് ഈസ് മീൻ ബൈ പാരലാക്സ്. അപ്പോൾ ഈ പാരലാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ കണ്ണിന് നേരെ ഒരു പേനയോ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുന്നു. നമ്മൾ 2 കണ്ണും കൊണ്ടാണ് പൊതുവെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കണ്ണടച്ചിട്ട് മറ്റേ കണ്ണുകൊണ്ട് മാത്രം ആദ്യം നോക്കുക. ഓക്കെ, നോക്കി. അപ്പോൾ ആ പൊസിഷൻ നമുക്ക് അറിയാം എവിടെയാണെന്നുള്ളത്. ഇനി ആ കണ്ണൊന്ന് മാറ്റൂ. ഇപ്പം നേരത്തെ നിങ്ങൾ റൈറ്റ് ഐ കൊണ്ടാണോ വലത്തെ കണ്ണുകൊണ്ടാണോ നോക്കിയതെങ്കിൽ ഇനി ഇടത്തെ കണ്ണുകൊണ്ട് നോക്കൂ. ആ പൊസിഷൻ മാറാൻ പാടില്ല കേട്ടോ. അവിടെ തന്നെ വിരൽ വെച്ചിട്ട് നിങ്ങൾ കണ്ണ് മാറ്റിയിട്ടൊന്ന് നോക്കൂ. നിങ്ങൾ ആ പേനയുടെയോ അല്ലെങ്കിൽ പെൻസിലിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിരലിൻ്റെയോ പൊസിഷൻ ഒന്ന് മാറിയ പോലെ തോന്നില്ലേ? ചെറുതായിട്ടൊന്നിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാം. ഇങ്ങനെ നമ്മുടെ ഒരു കണ്ണടയ്ക്കുമ്പോൾ ക്ലിയർ സൈഡ് വൈസ് ആയിട്ട് നമ്മളെ കണ്ണിങ്ങനെ അങ്ങോട്ടോട്ട് മാറ്റുമ്പോൾ സൈഡ് വൈസ് ആയിട്ട് ഒരു ബോഡിയുടെ പൊസിഷൻ മാറുന്നതിനെയാണ് പാരലാക്സ് എന്ന് പറയും. അപ്പോൾ അതൊന്ന് നന്നാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദി അപ്പാരൻ്റ് ഷിഫ്റ്റ്, ആക്ച്വലി മാറുന്നില്ല, നമുക്ക് തോന്നുകയാണ്, അതാണ് അപ്പാരൻ്റ് എന്ന് പറഞ്ഞത്. ദി അപ്പാരൻ്റ് ഷിഫ്റ്റ് ഇൻ ദ പൊസിഷൻ ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ വെൻ വി ഷിഫ്റ്റ് അവർ ഐ സൈഡ് വൈസ്. നമ്മുടെ കണ്ണിങ്ങനെ അങ്ങോട്ടോട്ട് മാറ്റുമ്പോൾ ഒരു ബോഡിയുടെ പൊസിഷൻ സറൗണ്ടിങ്ങിനെ അപേക്ഷിച്ച് എന്ത് ചെയ്യുന്നു? ഒന്ന് ഷിഫ്റ്റ് ചെയ്ത പോലെ നമുക്ക് തോന്നുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പാരലാക്സ്. അപ്പോൾ പാരലാക്സിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അതേപോലെ എഴുതി വയ്ക്കുക. ദി അപ്പാരൻ്റ് ഷിഫ്റ്റ് ഇൻ ദി പൊസിഷൻ ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ വെൻ വി ഷിഫ്റ്റ് അവർ ഐ സൈഡ് വൈസ്. ഓക്കെ, ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ എഴുതി വയ്ക്കുക. അപ്പോൾ ഈ ഒരു പേരിൽ അറിയപ്പെടുന്ന മെത്തേഡാണ് നമ്മൾ വളരെ വലിയ ദൂരങ്ങൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അടുത്തൊരു ചോദ്യം. 5ാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് വെരി ലാർജ് ഡിസ്റ്റൻസസ് ലൈക്ക് ഡിസ്റ്റൻസ് ടു എ പ്ലാനറ്റ്, ഡയമീറ്റർ ഓഫ് മൂൺ എക്സെട്ര. ദൂരെയുള്ള ഏതെങ്കിലും ഒരു പ്ലാനറ്റിലേക്കുള്ള അകലം, വളരെ വലിയൊരു സാറ്റലൈറ്റിൻ്റെയോ പ്ലാനറ്റിൻ്റെയോ ഒക്കെ ഡയമീറ്റർ, സൂര്യനിലേക്കുള്ള അകലം, ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് ആൻസർ എന്താണ്?
പാരലാക്സ് മെത്തേഡ്. അടുത്ത ചോദ്യം നോക്കൂ. ഈ ഒരു മെത്തേഡ് വിശദീകരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ പാരലാക്സ് മെത്തേഡ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ടു എനി പ്ലാനറ്റ് ഓർ മൂൺ. ഏതെങ്കിലും ഒരു പ്ലാനറ്റിലേക്കുള്ള അകലം അല്ലെങ്കിൽ ചന്ദ്രനിലേക്കുള്ള അകലം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്, പാരലാക്സ് മെത്തേഡ് വിശദീകരിക്കുക എന്നതാണ് ചോദ്യം. ഓക്കെ, ഈ ഒരു മെത്തേഡ് വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ നോക്കൂ, അവിടെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടില്ലേ? ആ ഡയഗ്രാം ഒന്ന് വരയ്ക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു ട്രയാങ്കിൾ പോലെ നമ്മൾ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ എം എന്ന് പറയുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്ന പ്ലാനറ്റ്. അത് മൂണാവാം, വേറെ ഏതെങ്കിലും പ്ലാനറ്റ് ആവാം. ഇനി ആ പ്ലാനറ്റിലേക്ക് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എർത്തിലെ 2 ഒബ്സർവേറ്ററി അല്ലെങ്കിൽ 2 നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ നോക്കുന്നു. അതാണ് താഴെ കൊടുത്തുള്ള എയും ബിയും. ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി കാണിക്കുന്നത് ദ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ആണ്, നമ്മൾ നോക്കുന്ന സ്ഥലം. അപ്പോൾ ആ ഒരു നമ്മൾ നേരത്തെ പാരലാക്സ് എന്ന് പറഞ്ഞില്ലേ, ആ രീതിയിലാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ എയിൽ നിന്നും ബിയിൽ നിന്നും 2 പോയിന്റുകളിൽ നിന്ന് നമ്മൾ ആ പ്ലാനറ്റിനെ ഒബ്സർവ് ചെയ്യുന്നു. ഇനി ലെറ്റ് ആ പ്ലാനറ്റിലേക്കുള്ള അകലം നമ്മൾ എസ് എന്ന് കൊടുത്തു. എസ് എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ടു ദി പ്ലാനറ്റ് ഓർ മൂൺ. ഇനി നമ്മൾ നോക്കുന്ന ആ 2 പോയിന്റുകൾ, അതായത് നമ്മുടെ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻസ് തമ്മിലുള്ള അകലമാണ് സ്മോൾ ലെറ്റർ ബി എന്ന് കൊടുത്തുള്ളത്. ക്ലിയർ ആയോ? അതിനെ നമ്മൾ ബേസിസ് എന്ന് പറയാറുണ്ട്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. ഇനി ആ മൂണിൻ്റെ അല്ലെങ്കിൽ പ്ലാനറ്റിൻ്റെ എം എന്ന് കൊടുത്തൊരു ആംഗിൾ കാണിച്ചിട്ടില്ലേ? ആ ആംഗിളിനെയാണ് എന്ത് പറയുക? പാരലാക്സ് ആംഗിൾ. ഓക്കെ, പാരലാക്സ് ആംഗിൾ. ആ പാരലാക്സ് ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള 2 ആംഗിൾസ് കണ്ടോ? ആ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻസിൽ കാണിച്ചിട്ടുള്ള 2 ആംഗിൾ, θ1 θ2. ഈ θ1 + θ2 എന്ന് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആ പാരലാക്റ്റിക് ആംഗിൾ അല്ലെങ്കിൽ പാരലാക്സ് ആംഗിൾ. അപ്പോൾ ആംഗിളിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ? ആംഗിൾ ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ആർക്കായിട്ട് എടുക്കുന്നത് ആ 2 പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ തമ്മിലുള്ള അകലം ബി ആണ്. ഇനി റേഡിയസ് എന്ന് പറയുന്നത് പ്ലാനറ്റിലേക്കുള്ള അകലം, അതായത് എസ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എന്ത് കിട്ടും? θ ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ എസ്. അതിൽ നിന്ന് ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏത് ദൂരം? എസ് എന്ന് പറയുന്ന ദൂരം. അപ്പോൾ ദ ഡിസ്റ്റൻസ് ടു ദി പ്ലാനറ്റ് എസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ θ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ 3 ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഡയഗ്രാം കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഡു ദാറ്റ്. ക്ലിയർ? ഷുവർലി യു ക്യാൻ ഡു ദാറ്റ്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ഡിവൈഡ് ബൈ റേഡിയസ് എന്ന് കൊടുക്കുക. ആർക്ക് എന്ന് പറയുന്നത് ബി ആണ്, ദൂരമാണ് റേഡിയസ് ആയിട്ട് എടുക്കുന്നത്, അതാണ് എസ്. അത് കണ്ടുപിടിക്കാൻ എസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ θ. ഓക്കെ, ആ രീതിയിൽ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വിശദീകരിക്കാൻ ചോദിക്കാം. അതുപോലെ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസും വരാറുണ്ട്. വഴിയെ നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, അടുത്തൊരു ചോദ്യം, 7ാമത്തെ ചോദ്യം. സജസ്റ്റ് എ മെത്തേഡ് ടു മെഷർ ദ ഡയമീറ്റർ ഓഫ് ദ മൂൺ. ഇനി ഉത്തരം കാണേണ്ട ആവശ്യമില്ലല്ലോ, പറഞ്ഞൂടെ? ഏതാണ്? പാരലാക്സ് മെത്തേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പാരലാക്സ് മെത്തേഡിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലമാണ് 8ാമത്തെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. ചോദ്യം ഒന്ന് വായിക്കൂ. ദി ആംഗുലാർ ഡയമീറ്റർ ഓഫ് ദ സൺ ഈസ് എത്രയാ? 1920 സെക്കൻഡ്. ഇങ്ങനെ 2 കോമ ഇട്ട് കഴിഞ്ഞാൽ, ഇൻവെർട്ടഡ് കോമ പോലെ 2 ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് എന്നാണ്, 1 ഇട്ട് കഴിഞ്ഞാൽ മിനിറ്റ് എന്നാണ് വായിക്കേണ്ടത്. 0 നമ്മൾ ഡിഗ്രി എന്ന് എഴുതുമ്പോഴാണ് ഡിഗ്രി എന്ന് വായിക്കുക. ഓക്കെ, അപ്പോൾ 1920 സെക്കൻഡ്. ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി സൺ ഫ്രം ദ എർത്ത് ഈസ് 1.5 into 10 power 11 meter, what is the linear diameter of the sun? ഓക്കെ, അതായത് എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള അകലം തന്നിട്ടുണ്ട് 1.5 into 10 power 11 meter. വാട്ട് ഈസ് ദ ലീനിയർ ഡയമീറ്റർ ഓഫ് ദി സൺ? ആംഗിൾ തന്നു, ദൂരം തന്നു. അപ്പം നമ്മൾ ആ ബി എന്ന് പറയുന്ന ദൂരമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ആ ബി ആണ് എടുക്കുന്നത്. ക്ലിയർ? ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡ് ബൈ റേഡിയസ് എന്ന് പറഞ്ഞല്ലേ, ആ ആർക്ക് ലെങ്ത് ആണ് നമ്മളിവിടെ ഡയമീറ്റർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ, ആംഗിൾ വരുന്ന പ്രോബ്ലംസ് വരുമ്പോൾ
നമ്മൾ ആംഗിളിനെ റേഡിയനിലേക്ക് മാറ്റണം. തന്നിട്ടുള്ള ആംഗിൾ ചിലപ്പോൾ ഡിഗ്രിയിലായിരിക്കും, ചിലപ്പോൾ മിനിറ്റിലായിരിക്കും, ചിലപ്പോൾ സെക്കൻഡിലായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ റേഡിയൻ എന്ന് പറയുന്ന SI യൂണിറ്റിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. അതെങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് നോക്കാം. അറിയോ? നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ്. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പറയുക? പൈ ഡിവൈഡഡ് ബൈ 180 റേഡിയൻ അല്ലേ? പൈ എന്ന് വെച്ചാൽ 3.14 ഡിവൈഡഡ് ബൈ 180, അത്രയും റേഡിയനാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് മാഷ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാണ്? 1 ഡിഗ്രി ഈക്വൽ ടു 1.745 ഇൻറ്റു 10⁻⁻2 റേഡിയൻ. അപ്പോൾ ഡിഗ്രിയെ റേഡിയനിലേക്ക് നേരിട്ട് മാറ്റാൻ ഈ ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ചിലപ്പോൾ മിനിറ്റിലായിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ, നമ്മളെങ്ങനെയാണ് 60 മിനിറ്റ് ആകുമ്പോഴാണ് 1 ഡിഗ്രി എന്ന് പറയുക. അപ്പോൾ 60 മിനിറ്റ് 1 ഡിഗ്രി ആണെങ്കിൽ 1 മിനിറ്റ് എന്തായിരിക്കും? ആ 1 ഡിഗ്രിക്ക് കിട്ടിയ വാല്യൂവിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, എന്നാലേ നമുക്ക് പെട്ടെന്ന് ഇത് കാണാതെ പഠിച്ചു വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അത് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ ആദ്യത്തേത് 3.14 ഡിവൈഡ് ബൈ 180 ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതായിരിക്കും കിട്ടുക. ഇനി രണ്ടാമത്തേത് നേരത്തെ കിട്ടിയ വാല്യൂവിനെ ഒന്നും കൂടെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് ഈക്വൽ ടു 2.91 ഇൻറ്റു 10⁻⁴ റേഡിയൻ എന്നാണ് കിട്ടുക. ഇനി സെക്കൻഡ് ആണെങ്കിൽ അറിയാലോ, 60 സെക്കൻഡാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ മിനിറ്റിനെ റേഡിയനിലേക്ക് മാറ്റിയില്ലേ, അതിനെ വീണ്ടും എന്ത് ചെയ്യുക? 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡിലേക്ക് കൺവേർട്ട്, അതായത് സെക്കൻഡ് നമുക്ക് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ 1 സെക്കൻഡ് ഈക്വൽ ടു 4.85 ഇൻറ്റു 10⁻⁻6 റേഡിയൻ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ആംഗിൾ തന്നിരുന്നത് സെക്കൻഡിലാണ്. ഇങ്ങനെ 2 കോമ ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് എന്നാണ് വായിക്കുക, 1 കോമ ഇട്ട് കഴിഞ്ഞാൽ മിനിറ്റ് എന്നാണ് വായിക്കുക, 0 എന്നിട്ട് കഴിഞ്ഞാൽ ഡിഗ്രി എന്നാണ് വായിക്കുക. അപ്പം നമുക്ക് ആ സെക്കൻഡ് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ, പ്രോബ്ലം ചെയ്യാൻ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കൂ, സ്വന്തമായിട്ട് ചെയ്യൂ, എന്നിട്ട് മതി ആൻസർ നോക്കുന്നത്. ദൂരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, യെസ്, ക്യാപിറ്റൽ എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള അകലം. ആംഗുലാർ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ആംഗിൾ തീറ്റ തന്നിട്ടുണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ആ സെക്കൻഡിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനും അറിയാം. ഇനി ഡി അല്ലെങ്കിൽ നമ്മുടെ ലീനിയർ ഡയമീറ്റർ, അത് ബി എന്ന് കൊടുക്കാം, ഡി എന്ന് കൊടുക്കാം, ഉപയോഗിക്കുന്ന ലെറ്ററിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ആ ഇക്വേഷൻ കറക്റ്റ് ആയാൽ മതി. ഓക്കെ, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയോ? ഇനി ആൻസർ നോക്കൂ. അപ്പോൾ ആദ്യം നമ്മൾ ആ ദൂരം എഴുതി വെച്ചു. ഡിസ്റ്റൻസ് ഓഫ് സൺ ഫ്രം ദി എർത്ത് എസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 10⁻11 മീറ്റർ. ഓക്കെ, ഇനി ആ ആംഗുലാർ ഡയമീറ്റർ ഓഫ് ദി സൺ ഈക്വൽ ടു 1920 സെക്കൻഡ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ 4.85 ഇൻറ്റു 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എങ്കിലേ അത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും. അടുത്തത് നമ്മുടെ ചോദ്യം തന്നെ, അതായത് ലീനിയർ ഡയമീറ്റർ ഓഫ് ദി സൺ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ അവിടെ എഴുതിയ എസ് ഈക്വൽ ടു ബി ബൈ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയാണിത്. ക്ലിയർ? അവിടെ ബിക്ക് പകരം ഇവിടെ ഡയമീറ്റർ ഡി എന്ന് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഡി ഈക്വൽ ടു എസ് ഇൻറ്റു തീറ്റ, അവിടെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 1.4 ഇൻറ്റു 10⁻9 മീറ്റർ എന്നായിരിക്കും. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ കാണുമ്പോൾ എന്തോ ആണെന്ന് വിചാരിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എപ്പോഴും കാൽക്കുലേറ്റർ ഉണ്ടാവുക കേട്ടോ, കാൽക്കുലേറ്ററിൽ ചെയ്യാൻ അറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ കൺവേർഷൻസ് മറന്നു പോകരുത്. നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടില്ല, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ ഇത്? അപ്പോൾ ഇനി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ആ ഡിഗ്രിയിലെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുക, അത് ഡിഗ്രി ആയാലും മിനിറ്റ് ആയാലും സെക്കൻഡിലായിരിക്കും. ദെൻ നേരെ ഇക്വേഷൻസ് കൊടുക്കുക, ഏതാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അത് കണ്ടുപിടിക്കുക. ഇനി നോക്കൂ, നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന മറ്റൊരു ഭാഗമാണ്. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയും. എന്താ ഈ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നോക്കൂ, ഒരു ബോഡിയുടെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ഇതിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളമാണ്, അതും നമ്മൾ മീറ്ററിലാണ് അളക്കുന്നത്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും നീളം തന്നെയാണ് അല്ലേ? അതും നമ്മൾ മീറ്ററിലാണ് അളക്കുന്നത്.
അപ്പം നമ്മൾ ആ ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയെ ക്യാപിറ്റൽ എൽ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയതുകൊണ്ട് എൽ ഇൻറ്റു എൽ എന്ന് തന്നെ കൊടുക്കാം അല്ലേ, കാരണം രണ്ടും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ലെങ്ത് തന്നെയാണ്. അപ്പോൾ ഈക്വൽ ടു എന്താ വരുന്നത്, എൽ സ്ക്വയർ എന്നാണ്. അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ലെങ്ത്തിന് പവർ 2 കൊടുക്കുമ്പോൾ നമുക്കൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയ ഏരിയ കിട്ടുന്നു. ഓക്കെ, അതേപോലെ വോളിയം നോക്കൂ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, മൂന്നും ലെങ്ത് തന്നെയാണ്, ആക്ച്വലി മീറ്ററിൽ തന്നെയാണ് അളക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ലെങ്ത്തിൻ്റെ പവർ 3 വരുന്നത് അല്ലേ, എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ. അപ്പോൾ L⁻³ എന്നല്ലേ കൊടുക്കുന്നത്. അപ്പോൾ L⁻³ നേരത്തെ പറഞ്ഞ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ലെങ്ത്തിൻ്റെ തന്നെ പവർ 3 എന്ന് കൊടുത്തപ്പോൾ അത് വോളിയമായി. ഓക്കെ, പവർ 2 എന്നാകുമ്പോൾ ഏരിയ ആയി. ഇങ്ങനെ ഒരു ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി കിട്ടാൻ, ക്ലിയർ, ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടാൻ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവർ എത്ര കൂട്ടണം അല്ലെങ്കിൽ എത്ര റേസ് ചെയ്യണം, ക്ലിയർ, പവർ എത്ര എഴുതണം എന്നുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുക, ഡയമെൻഷൻസ്. അടുത്ത് നോക്കൂ, അതിൽ ഫോഴ്സ് നമുക്കറിയാം അല്ലേ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പം മാസ് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയെ നമ്മൾ ക്യാപിറ്റൽ എം കൊണ്ട് കാണിക്കുന്നു. ഇനി ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, അപ്പോൾ അവിടെ 2 പ്രാവശ്യം ഡിവൈഡഡ് ബൈ ടൈം വന്നു, 1 പ്രാവശ്യം ദൂരവും വന്നു. അപ്പോൾ L⁻⁻². അപ്പോൾ നമ്മൾ എന്ത് എഴുതും, mL⁻⁻². അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് mL⁻⁻². അവിടെ എമ്മിനും എല്ലിനൊക്കെ പവർ ഉണ്ട് 1 എന്നാണ്, അത് നമ്മൾ എഴുതണം എന്നില്ല. ഓക്കെ, പവർ 1 ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല എന്ന് മാത്രം. അപ്പോൾ mL⁻⁻². ഇങ്ങനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ പവർ എത്ര റേസ് ചെയ്യുന്നോ ആ പവറിനെയാണ് ആക്ച്വലി എന്ത് പറയുക, ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിച്ച വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ തന്നെയാണ് എന്താണ് ഡയമെൻഷൻസ്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? The dimensions of a physical quantity are the powers to which the fundamental quantity must be raised to get that quantity. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവർ എത്ര റേസ് ചെയ്യണം എന്നുള്ളതാണ് എന്ത് പറയുക, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ പവർ 2 ആയിട്ട് എഴുതിയാൽ അത് ഏരിയ ആവും. അതേ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ പവർ 3 ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അത് വോളിയായിട്ട് മാറും. അപ്പോൾ ഈ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ എഴുതി വയ്ക്കുക, ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവർ ടു വിച്ച് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി മസ്റ്റ് ബി റേസ്ഡ് ടു ഗെറ്റ് ദാറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ, ഡയമെൻഷൻസിൻ്റെ ഭാഗത്തുനിന്ന് ക്വാണ്ടിറ്റികൾ തന്നിട്ട് ഡയമെൻഷൻസ് എഴുതാൻ പറയും. അതുപോലെ ഡയമെൻഷണൽ ഫോർമുല തന്നിട്ട് അത് ഏതാണ് ക്വാണ്ടിറ്റി എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ 2 രീതിയിലും വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കൂ, ഗിവ് ദ ഡയമെൻഷൻസ് ഓഫ് ദി ഫോളോയിങ് ക്വാണ്ടിറ്റീസ്: മൊമെൻറ്റം, ഫോഴ്സ്, വർക്ക്, പവർ, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനാണ് തയ്യാറെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഒന്ന് സ്വന്തമായിട്ട് ആദ്യം ഒന്ന് ചെയ്ത് നോക്കൂ, തെറ്റാതെ കണ്ടുപിടിക്കൂ. കിട്ടിയോ? ചെയ്തോ? അപ്പോൾ നോക്കൂ, മൊമെൻറ്റം നമ്മളതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ മൊമെൻറ്റം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ് ഇക്വേഷൻ. അപ്പോൾ മാസ് എന്നുള്ളത് നമ്മൾ m1 എന്ന് എഴുതുന്നു അല്ലേ. ഇനിയിപ്പോൾ ആ 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, m എന്ന് എഴുതിയാലും മതി. വെലോസിറ്റിയോ L1T⁻⁻1. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ എഴുതുമ്പോൾ അതങ്ങനെ ചേർത്ത് എഴുതുക, m1 L1T⁻⁻1. ഫോഴ്സ് നമ്മൾ നേരത്തെ ചെയ്തു, m1 L1T⁻². വർക്ക് എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ്.
അപ്പോൾ നേരത്തെ എഴുതിയ ഫോഴ്സിൻ്റെ കൂടെ ഒരു ദൂരം കൂടെ വന്നു അല്ലേ. ഒരു ദൂരം എന്ന് പറഞ്ഞാൽ L ആണ് നമ്മൾ എഴുതുക. അപ്പോൾ അവിടെ L സ്ക്വയർ എന്ന് വരും. അപ്പോൾ m1 L സ്ക്വയർ അല്ലെങ്കിൽ L2 T⁻². പവർ എന്ന് പറയുമ്പോഴോ, പവർ എന്തായിരുന്നു? പവർ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം എന്നല്ലേ. അപ്പോൾ തൊട്ടു മുകളിൽ എഴുതിയിട്ടുള്ള വർക്കിൻ്റെ ഡയമെൻഷനെ നമ്മൾ ഡിവൈഡഡ് ബൈ ടി എന്ന് കൊടുക്കുന്നു. അപ്പോൾ അത് മുകളിലോട്ട് പോകുമ്പോൾ T⁻⁻1 എന്നാവില്ലേ. അപ്പോൾ ഓൾറെഡി T⁻²2 ഉണ്ട്, അതിന് കൂടെ ഒരു -1 കൂടെ വരും. അപ്പോൾ m1 L2 T⁻³ ഓക്കെ. ഇനി പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. നമ്മൾ ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത്, ഈ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത് നമ്മുടെ ലീനിയർ മൊമെൻറ്റത്തിനെ, ക്ലിയർ, ലീനിയർ മൊമെൻറ്റത്തിനെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ നമ്മൾ ആദ്യം ലീനിയർ മൊമെൻറ്റമാണ് എഴുതിയത്, m1 L1 T⁻⁻1 എന്നുള്ളത് കണ്ടുവോ ഏറ്റവും മുകളിൽ അല്ലേ. അതിനെന്ത് ചെയ്യുക, ദൂരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൂ. അപ്പോൾ m1 L2 T⁻⁻1 എന്നാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ വരെ. ഇങ്ങനെ ഓരോ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസിക്കായിട്ട് അതിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞാൽ മതി. ആ ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരേ ഡയമെൻഷൻ തന്നെ 2-3 ക്വാണ്ടിറ്റീസിന് വരാം. ഇങ്ങനെ ഒരേ ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റികളുണ്ട്, ഡയമെൻഷൻസ് ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റികളുണ്ട്. ക്ലിയർ. ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റിക്ക് എന്തായാലും യൂണിറ്റ് വരും. ബട്ട് യൂണിറ്റ് ഉണ്ടായിട്ടും ഡയമെൻഷൻസ് ഇല്ലാത്ത ക്വാണ്ടിറ്റികളുണ്ട്. പിന്നെ ഡയമെൻഷൻസ് ഉള്ള കോൺസ്റ്റൻറ്റുകൾ വരുന്നുണ്ട്, ഡയമെൻഷൻസ് ഇല്ലാത്ത കോൺസ്റ്റൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്തുനിന്ന് പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് ചില ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 11ാമത്തെ ചോദ്യം നോക്കൂ. ഗീവ് ദ പെയേഴ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ദ സെയിം ഡയമെൻഷൻ. ഒരേ ഡയമെൻഷൻസ് വരുന്ന കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ പെയറായിട്ട് എഴുതുക. എന്ന് വെച്ചാൽ ആ പറയുന്ന 2 ക്വാണ്ടിറ്റിക്ക് എന്തായിരിക്കണം, ഒരേ ഡയമെൻഷനാണ് വരേണ്ടത്. പരീക്ഷയ്ക്ക് നമുക്ക് 1-2 പെയർ എഴുതാനേ ചോദിക്കും. മാഷ് ഇവിടെ കുറേ ക്വാണ്ടിറ്റികൾ കൊടുത്തിട്ടുണ്ട്, ഇത് ഒരുവിധമൊക്കെ പഠിച്ചു വയ്ക്കുക. അത് ഡയമെൻഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ പെയേഴ്സ് ഒന്ന് ഓർത്ത് എഴുതുക. ഓക്കെ. അപ്പോൾ നോക്കൂ. 1 ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതായത് എല്ലാം ദൂരമായിട്ടാണ് നമ്മൾ അളക്കുന്നത്. എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ L⁻1 എന്നാണ് കൊടുക്കുക അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാലും നിങ്ങൾ റൊട്ടേഷണൽ മോഷനിൽ പഠിക്കുന്ന റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇനിയിപ്പോൾ വെറുതെ റേഡിയസ് എന്ന് പറഞ്ഞാലും അത് ദൂരം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരേ ഡയമെൻഷൻ വരുന്ന ക്വാണ്ടിറ്റിയാണ്. ഇനി രണ്ടാമത്തെ നോക്കൂ. സ്പീഡ് ആൻഡ് വെലോസിറ്റി അല്ലേ. നിങ്ങൾക്കറിയാം അതിൽ ദിശ മാത്രമേ വ്യത്യാസമുള്ളൂ. സ്പീഡിന് ദിശയില്ല, ഡയറക്ഷൻ ഇല്ല. വെലോസിറ്റിക്ക് ഡയറക്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഒരേ ഡയമെൻഷൻ തന്നെയാണ് രണ്ടിനും. L1 T⁻⁻1 എന്നാണ് പറയുക. അടുത്ത് നോക്കൂ. മൊമെൻറ്റം ആൻഡ് ഇമ്പൾസ്. മൊമെൻറ്റം നമ്മൾ പറഞ്ഞു മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ് എഴുതിയത് അല്ലേ. ആക്ച്വലി ഇമ്പൾസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം എന്നാണ്. ക്ലിയർ. അപ്പോൾ ആ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് മൊമെൻറ്റത്തിൻ്റെ അതേ ഡയമെൻഷൻ തന്നെയാണ് വരിക. അടുത്തത് വർക്ക്, എനർജി, ടോർക്ക്. ഈ വർക്ക് തന്നെയാണ് എനർജി, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത് അല്ലേ. ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് ദ എനർജി. ഈ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സിനെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെയും ഫോഴ്സിൻ്റെ ദൂരം തന്നെയല്ലേ വരുന്നത്. അപ്പോൾ അത് മൂന്നും ഒരേ ഡയമെൻഷൻ വരുന്ന ക്വാണ്ടിറ്റിയാണ്. ഇനി മാഷ് നേരത്തെ പറഞ്ഞു പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിനും ഒരേ ഡയമെൻഷനാണ് വരിക. ഇനി പ്രഷർ ആൻഡ് സ്ട്രെസ്. നിങ്ങൾ സ്ട്രെസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും.
പ്രഷർ എന്ന് പറഞ്ഞാലും ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ തന്നെയാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാലും ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഇനി ആംഗുലാർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് വരിക. ഓക്കെ, അതായത് ആംഗിളിന് ഡയമെൻഷൻ വരുന്നില്ല. അപ്പോൾ ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുമ്പോൾ T⁻⁻1. ഫ്രീക്വൻസിക്കും എങ്ങനെയാ 1/t എന്നല്ലേ അല്ലേ, റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി. അപ്പോൾ T⁻⁻1 എന്ന് തന്നെയാണ് വരിക. അപ്പോൾ രണ്ടിനും ഒരേ ഡയമെൻഷൻ തന്നെയാണ് വരുന്നത്. ഫൈനലി സർഫേസ് ടെൻഷൻ ആൻഡ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. എഗെയിൻ സർഫേസ് ടെൻഷൻ നിങ്ങൾ ഫ്ലൂയിഡ്സിൻ്റെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. എന്തായിരുന്നു? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ സർഫേസ് ടെൻഷൻ കണ്ടുപിടിക്കുമ്പോൾ MT⁻2 എന്നാണ് വരിക. അതിൽ ആ L അങ്ങ് പോയി, ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് വരുന്നതുകൊണ്ട് L ഉണ്ടാവില്ല. അപ്പോൾ MT⁻2. അതേപോലെ തന്നെയാണ് ഫോഴ്സ് കോൺസ്റ്റൻറ്റും. ഓക്കെ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദൂരം എന്നാണ് വരിക. അപ്പോൾ അത് MT⁻2 എന്നാണ്. അപ്പോൾ ഒരേ ഡയമെൻഷൻസ് വരുന്ന പെയർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എഴുതാൻ പറഞ്ഞാൽ ഇതിലേതെങ്കിലും പെയറുകൾ എഴുതിയാൽ മതി. അപ്പോൾ ആ പെയർ മാറിപ്പോകരുത്. ഒരേ ഡയമെൻഷൻസ് വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് നമ്മൾ എഴുതി വയ്ക്കുന്നത്. ക്ലിയർ ആയില്ലേ? അത് കറക്റ്റായിട്ട് എഴുതിയൊന്ന് പഠിക്കുക. അടുത്ത ചോദ്യം, ഗിവ് എക്സാമ്പിൾസ് ഫോർ ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താണത്? ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കുള്ള ഉദാഹരണം പറയുക. ഏതൊക്കെയാണ് ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികൾ? നമ്മൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ചില ക്വാണ്ടിറ്റികൾക്ക് ഡയമെൻഷൻ വരില്ല. അപ്പോൾ ഡയമെൻഷൻ വരാതിരിക്കാൻ കാരണം എന്തായിരിക്കും? മുകളിലും താഴെ ഏതാണ്ട് ഒരേ ക്വാണ്ടിറ്റികളായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം മുകളിലും താഴെ ഒരേ ക്വാണ്ടിറ്റി വരുമ്പോൾ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ആംഗിൾ നമ്മൾ പറഞ്ഞു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ആംഗിളിന് എന്തില്ല? ഡയമെൻഷൻസ് ഇല്ല. പക്ഷെ അതിന് യൂണിറ്റ് ഉണ്ട് കേട്ടോ. റേഡിയൻ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്, മറന്നു പോകരുത്. അപ്പോൾ ഡയമെൻഷൻ ഇല്ലാത്ത വൺ ഓഫ് ദി ക്വാണ്ടിറ്റിയാണ് ആംഗിൾ. അടുത്തത് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ എന്ന് പറയുമ്പോഴും ഇതേപോലെ ഏരിയ ഡിവൈഡഡ് ബൈ റേഡിയസ് സ്ക്വയർ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻസ് നിങ്ങൾ പഠിക്കുന്നില്ല. ഇപ്പോൾ സോളിഡ് ആംഗിളിനും എന്തില്ല? ഡയമെൻഷൻസ് ഉണ്ടാവില്ല. മുകളിലും താഴെ ഒരേ ക്വാണ്ടിറ്റിയാണ് വരുന്നത്. പക്ഷെ അതിന് യൂണിറ്റ് ഉണ്ട് കേട്ടോ. സ്റ്റെറേഡിയൻ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്. ഇനി നോക്കൂ, സ്ട്രെയിൻ നേരത്തെ പറഞ്ഞു സോളിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് വരുന്നത്. അതായത് ചേഞ്ച് ഇൻ ഡയമെൻഷനും ഒറിജിനൽ ഡയമെൻഷനുമാണ്. അതിൻ്റെ റേഷ്യോ ആയിട്ടാണ് നമ്മൾ സ്ട്രെയിൻ പറയുക. അപ്പോൾ സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ല. ഇവിടെ ഓർക്കേണ്ടത് സ്ട്രെയിനിന് ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല. ക്ലിയർ? അടുത്തത് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഏതൊരു ബോഡിയുടെയും ഡെൻസിറ്റി നമ്മൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ രണ്ടും ഒരേ ക്വാണ്ടിറ്റി അല്ലേ. ഡെൻസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി എന്നാണ് വരുന്നത്. അപ്പോൾ അവിടെയും യൂണിറ്റും ഉണ്ടാവില്ല, ഡയമെൻഷനും ഉണ്ടാവില്ല. അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. നിങ്ങൾ ഫ്രിക്ഷൻ എന്ന് പറയുന്ന അല്ലേ, ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫ്രിക്ഷൻ പഠിക്കുന്നുണ്ട്. ആ ക്വാണ്ടിറ്റി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ എന്നാണ്. രണ്ടും ഫോഴ്സിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. അപ്പോൾ അത് വെട്ടിപ്പോയാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും എന്തില്ല? ഡയമെൻഷൻ ഇല്ല, യൂണിറ്റും ഇല്ല. അപ്പോൾ മാഷ് ഇതിൽ ആദ്യം പറഞ്ഞ രണ്ട് ക്വാണ്ടിറ്റികൾക്ക് ഡയമെൻഷൻ ഇല്ല, പക്ഷേ യൂണിറ്റ് ഉണ്ട്. 3, 4, 5 എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല. അപ്പോൾ ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത ക്വാണ്ടിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും പറയാം. ഇനി യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ക്വാണ്ടിറ്റീസിൽ ഏതെങ്കിലും പറയാം. ക്ലിയർ ആയോ? അപ്പം അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റികൾ വരുന്നുണ്ട്. കുറച്ചെണ്ണം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ചോദ്യം നോക്കൂ. ഗിവ് എക്സാമ്പിൾസ് ഫോർ ഡയമെൻഷൻലെസ് യൂണിറ്റ്ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഇനി കൂടുതൽ വിശദമാക്കുന്നില്ല അല്ലേ. കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ആ രണ്ട് ക്വാണ്ടിറ്റികൾ അല്ലെങ്കിൽ 2 or 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അതങ്ങ് എഴുതിയാൽ പോരെ. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് റിലേറ്റീവ് ഡെൻസിറ്റി എഴുതാം, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എഴുതാം, സ്ട്രെയിൻ എന്ന് എഴുതാം. ഓക്കെ, എങ്ങനെ ഏത് വേണമെങ്കിലും എഴുതാം. അടുത്ത നോക്കൂ, അടുത്ത ചോദ്യം. ഗിവ് എക്സാമ്പിൾസ് ഫോർ ദ ഫിസിക്കൽ കോൺസ്റ്റൻസ് ഹാവിങ് ഡയമെൻഷൻസ്. അതായത് നമ്മുടെ ഫിസിക്സിൽ ഒരുപാട് കോൺസ്റ്റൻറ്റുകൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഗ്യാസ് കോൺസ്റ്റൻറ്റ് പഠിച്ചു, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ഇങ്ങനെ ഒരുപാട് കോൺസ്റ്റൻറ്റുകൾ വരുന്നുണ്ട്.
അതിൽ ഡയമെൻഷൻസ് ഉള്ള കോൺസ്റ്റൻറ്റുകളും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഡയമെൻഷൻസ് ഉള്ള ഫിസിക്കൽ കോൺസ്റ്റൻറ്റിന് ഒരു എക്സാമ്പിളാണ് ചോദിക്കുന്നത്. ഏത് പറയാം? അപ്പോൾ നോക്കൂ, മാഷ് ഇവിടെ 4 കോൺസ്റ്റൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഡയമെൻഷൻസ് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പേപ്പർ എടുത്തൊന്ന് ചെയ്യൂ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് നമ്മളെവിടെയാണ് പഠിക്കുന്നത്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലേ? F = G × m1 m2 / r². അതിൽ നിന്ന് ആ ജിയുടെ ഇക്വേഷൻ ഒന്ന് എഴുതിയേ. G = F × r² / m1 m2. ഇനി എല്ലാ ക്വാണ്ടിറ്റീസിനും ഡയമെൻഷൻസ് കൊടുത്താൽ ഫൈനലി നമുക്ക് കിട്ടുക m-1 L3 T⁻⁻2 എന്നാണ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് നേരത്തെ മാഷ് പറഞ്ഞു, ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ mL2 T⁻⁻1. ഇനി യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് R. നിങ്ങൾ PV = nRT ഗ്യാസ് ഇക്വേഷൻ പഠിച്ചില്ല, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതിൽ നിന്ന് ആറിനുള്ള ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കൂ. എന്താ വരിക? PV / NT. അതിൽ P എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, നമ്മൾ നേരത്തെ ഡയമെൻഷൻ എഴുതിയിട്ടുണ്ട്. V എന്ന് പറഞ്ഞാൽ വോളിയമാണ്. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ നമ്മൾ ഡയമെൻഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് കാണിക്കുക? K എന്നാണ് കാണിക്കുക കേട്ടോ, K. ഇനി N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. അതെങ്ങനെയാണ് കാണിക്കുക? MOL മോൾ. അവിടെ E നമ്മൾ എഴുതില്ല, MOL എന്നാണ് ഡയമെൻഷൻസ് എഴുതുമ്പോൾ എഴുതാറ്. അപ്പോൾ നോക്കൂ, അതൊന്ന് ചെയ്ത് നോക്ക്. ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് mL2 T⁻⁻2 K⁻⁻1 മോൾ (-1) എന്നാണ് കിട്ടുക. ഇനി ഫോഴ്സ് കോൺസ്റ്റൻറ്റ് നേരത്തെ പറഞ്ഞു അല്ലേ? ഫോഴ്സ് / ലെങ്ത് എന്നാണ് വരുന്നത്. അപ്പോൾ m T⁻⁻2. അതിൽ ആ എല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. ക്ലിയർ ആയോ? അടുത്ത ചോദ്യം നോക്കൂ. ഗിവ് എക്സാമ്പിൾസ് ഫോർ ഡയമെൻഷൻലെസ് ഫിസിക്കൽ കോൺസ്റ്റൻറ്റ്സ്. ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ കോൺസ്റ്റൻറ്റ്സിനുള്ള ഉദാഹരണം പറയുക. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർ പഠിച്ചു തുടങ്ങിയാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ തന്നെ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി വരുന്നുണ്ട്, കോൺസ്റ്റൻറ്റ് വരുന്നുണ്ട്. ഏതാണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ക്ലിയർ? ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി നമ്മൾ വാക്യൂത്തിൻ്റെ പെർമിറ്റിവിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ മുകളിലും താഴെ ഒരേ ക്വാണ്ടിറ്റിയാണ്, ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്സ്. ഇതേപോലെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നതാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി. അവിടെയും ഒരു മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റിയെ നമ്മൾ എയറിൻ്റെ പെർമിയബിലിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അതാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി. അപ്പോൾ അതിനും ഡയമെൻഷൻ ഇല്ല. ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വീണ്ടും സെക്കൻഡ് ഇയറിൽ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതായത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ടു ദി വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പോൾ രണ്ടും വെലോസിറ്റി ആയതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനും എന്തില്ല? യൂണിറ്റ് ഇല്ല. യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. അതിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കൂ. 16ാമത്തെ ചോദ്യം. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. എ ക്വാണ്ടിറ്റി ഹാവ് ഡയമെൻഷൻസ് ബട്ട് സ്റ്റിൽ ഹാസ് നോ യൂണിറ്റ്. അർത്ഥം മനസ്സിലായോ? ഒരു ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഉണ്ട്, ബട്ട് യൂണിറ്റ് ഇല്ല. പക്ഷേ യൂണിറ്റ് ഇല്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണോ ശരിയാണോ? എന്തായിരിക്കും? ഡയമെൻഷൻ ഉണ്ട് പക്ഷേ യൂണിറ്റ് ഇല്ല, അങ്ങനെ വരുമോ? ഡയമെൻഷൻ ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ യൂണിറ്റ് ഉണ്ടാവും. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു? ഏതെങ്കിലും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ പവറായിട്ടാണ് എഴുതുന്നത് അല്ലേ? അപ്പോൾ ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്ക് ഒരു യൂണിറ്റ് ഉണ്ടാവില്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്, ഫാൾസ്. അതായത് എ ക്വാണ്ടിറ്റി ഹാവിങ് ഡയമെൻഷൻസ് മസ്റ്റ് ഹാവ് സം യൂണിറ്റ്. ഇനി നേരെ തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതായത് എപ്പോഴും യൂണിറ്റുള്ള എല്ലാവർക്കും എന്തുണ്ടാവണമെന്നില്ല? ഡയമെൻഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യം നോക്കൂ. 17ാമത്തെ ചോദ്യം. Can a quantity have units but still be dimensionless? Justify your answer. ഒരു ക്വാണ്ടിറ്റിക്ക് യൂണിറ്റ് ഉണ്ട് എന്നാൽ അത് ഡയമെൻഷൻ ഇല്ല, അങ്ങനെ വരാവോ? ഉത്തരം ന്യായീകരിക്കുക. ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ? നിങ്ങൾ ആംഗിളിന് എങ്ങനെയാ? യൂണിറ്റ് ഉണ്ട് അല്ലേ? റേഡിയൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ആവാം, അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ യെസ് എന്നാണ് പറയേണ്ടത്.
A quantity having units may be dimensionless. For example, the quantity angle has no dimension, but it has the unit radian. Clear ആയോ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനിയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഡയമെൻഷൻസിൻ്റെ ഭാഗം തുടങ്ങിയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ടൈം എടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ നിർത്താം. ഇനി ഇതിൽ വരുന്ന ബാക്കി ചോദ്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വിടുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു പോകാനുണ്ട്. കാരണം ഡയമെൻഷൻസിൻ്റെയൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഷെഡ്യൂൾ ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ പേനയും പേപ്പർ എടുത്ത് എഴുതി പഠിക്കുക. അപ്പോൾ ഈ ഒരു ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ, ഡയമെൻഷൻ ഉള്ളത് ഇല്ലാത്തത്, യൂണിറ്റ് ഉള്ളത് യൂണിറ്റ് ഇല്ലാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ഭാഗം കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ടും മറ്റ് വീഡിയോസ് കാണണം. പഴയ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാൻ വേണം കേട്ടോ, എന്നാലേ മാഷ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ എഴുതി പഠിച്ച് തയ്യാറെടുക്കുക. ചോദ്യങ്ങൾ പഠിക്കുക, ഉത്തരങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ നിർത്താം. ഇതേ ചാപ്റ്റർ തന്നെ അടുത്തതിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത് കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. ഈ കാര്യം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ. താങ്ക് യു.